നമസ്കാരം, റാഷിദാണ്. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം ഹേമ കമ്മീഷൻ റിപ്പോർട്ടുകൾ മാത്രം. പത്രങ്ങളാണെങ്കിലും TV ചാനലുകളാണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും തുറന്നാൽ ഈ ഒരു വാർത്തയല്ലാതെ മറ്റൊരു വാർത്തയും നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മൾ ഓരോരുത്തരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്ത ആരെ പേര് വരും, അടുത്തതായി പറയാൻ പോകുന്ന ആരുടെ പേരാണ്. പക്ഷെ ഇതിനെല്ലാം ഇടയിൽ നാം വിസ്മരിച്ചു പോയൊരു കാര്യമുണ്ട്. ഒന്ന്, വയനാട്ടിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ. 2, 5 ജില്ലകളെ പാടെ തകർക്കാൻ ശേഷിയുള്ള മുല്ലപ്പെരിയാർ വിഷയം. ഈ വിഷയങ്ങളെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ഇപ്പോൾ ഈ ഒരു വിഷയം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മാത്രം മുന്നിട്ട് നിൽക്കുന്നു. ഇത് അഭികാമ്യമാണോ നമ്മുടെ നാടിന്? പ്രബുദ്ധരായ മലയാളികൾ എന്ന് നാം സ്വയം അവകാശപ്പെടുമ്പോഴും ഒരൊറ്റ കാര്യം ചിന്തിക്കണം. TRP റേറ്റിംഗിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ചാനലുകൾ അവരുടെ വാർത്തകൾക്ക് പ്രാധാന്യം നൽകുന്നതും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതും. മലയാളികൾ എന്ത് കാണുന്നു, മലയാളികൾ എത്രമാത്രം കാണുന്നു, ഇതിനെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം വരുന്നത്. ഞാൻ അതിൻ്റെ വിഷയങ്ങളുടെ മെറിറ്റിലേക്കൊന്നും പോകുന്നില്ല, കാരണം അത് നമ്മളുടെ കയ്യിൽ ഒതുങ്ങുന്ന വിഷയവുമല്ല. അപ്പോൾ ഒരൊറ്റ കാര്യം മാത്രം ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. നമ്മൾ അത്തരത്തിലുള്ള ന്യൂസുകളിൽ നിന്ന് ഒരല്പം പുറകോട്ട് നിന്നുകൊണ്ട് മറ്റു തരത്തിലുള്ള നമുക്ക് ആവശ്യമായ വാർത്തകളിലേക്ക് ശ്രദ്ധ കൊടുക്കാവുന്ന രീതിയിൽ ചെറിയ ന്യൂസുകൾ വരികയാണെങ്കിലും അത്തരത്തിലുള്ള ന്യൂസുകൾ നമ്മൾ കൂടുതൽ കണ്ടാൽ ആ ഒരു TRP റേറ്റിംഗ് നമ്മളുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും ഡാമുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കും വിഷയങ്ങൾക്കും വേണ്ടി തിരിയുകയാണെങ്കിൽ തീർച്ചയായും ഈ പത്രങ്ങളെല്ലാം തിരികെ ആ വിഷയങ്ങൾ തേടിപ്പോകും. അതല്ലെങ്കിൽ ഈ ചൂടുള്ള വാർത്ത കഴിഞ്ഞാൽ അടുത്ത ഒരു ചൂടുള്ള വാർത്ത കിട്ടുന്നത് വരെ മാത്രം സംപ്രേഷണം ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് പോലും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതൽ ചർച്ച ചെയ്തിട്ട് പ്രയോജനമുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനൊക്കെ ആത്യന്തികമായി നിയമപരമായി ഇതെല്ലാം അവസാനിക്കുന്നത് ഏത് തരത്തിലാണെന്ന് ഒരുപാട് കേസുകൾ കണ്ട നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇത് ഇക്കിളിപ്പെടുത്തുന്ന കഥകളാണ് മലയാളികൾക്ക് താല്പര്യം എന്നുള്ള ഒറ്റ കൺസെന്റിലാണ് ഇത്തരത്തിലുള്ള വാർത്തകൾക്ക് അമിത പ്രാധാന്യം നമ്മുടെ മാധ്യമങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള വാർത്തകളിൽ നിന്ന് ഒരല്പം പുറകിലേക്ക് വന്നുകൊണ്ട് നമുക്ക് നിത്യജീവിതത്തിന് ആവശ്യമായ അല്ലെങ്കിൽ നമ്മുടെ ജീവനും സ്വത്തിനും ഭീഷണിയാവുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ മറ്റ് നാടിനാവശ്യമായ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി നമ്മൾ കൂടുതൽ അത്തരത്തിലുള്ള വാർത്തകളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആ വാർത്തകളെല്ലാം തിരികെ തന്നെ വരും. നമ്മുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടുന്നത് വരെ നാം ഓരോരുത്തരും അത്തരത്തിലുള്ള വാർത്തകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം.